ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് 2021 ഏറ്റവും ഉപകാരപ്രദമായ 5 വെബ്സൈറ്റുകളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് random.org. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു റാൻഡം ആയിട്ടുള്ള നമ്പർ പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡൈസ് റോൾ ചെയ്യാനോ അതുമല്ലെങ്കിൽ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. പ്രത്യേകിച്ച് ഗിവ് അവേ നടത്തുന്നവർ. ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ നമ്പർ കൊടുത്തതിന് ശേഷം ഇതിൽ 1 തൊട്ട് മാക്സിമം നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം കൊടുക്കുക. എന്നിട്ട് ഇതിൽ ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന നമ്പറുള്ള ആളെ വിജയിയായി പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ റാൻഡം നമ്പർ ജനറേറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 to 100 എന്ന് പറയുന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും ഇത് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ജനറേറ്റ് കൊടുത്ത് നോക്കാം. 28 ആണ് വന്നത്. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സർവീസസ് ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. ഇവിടെ റാൻഡം ഡ്രോയിങ്സ്, നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഉള്ളതൊക്കെ പെയ്ഡ് ആണെന്ന് മാത്രം. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി വരുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് cleanpink.org. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കാരണം ഈ ഒരു വെബ്സൈറ്റ് ഓഫർ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള PNG ഇമേജസ് ആണ്. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തംബ്നെയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായൊരു വെബ്സൈറ്റ് ആണിത്. കാരണം ഇതിലുള്ള ഇമേജസ് നമുക്ക് തംബ്നെയിലിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇവിടെ കുറേ ഇമേജസ് അവൈലബിൾ ആണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് fast.com. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അളക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പവേർഡ് ബൈ നെറ്റ്ഫ്ലിക്സ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. 3.1 MBPS സ്പീഡാണ് എൻ്റെ നെറ്റിനുള്ളത്. ഇവിടെ ഷോ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടി ഇൻഫർമേഷൻ കാണിക്കുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് web.whatsapp.com. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ വാട്സാപ്പ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ്. നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പ് കമ്പ്യൂട്ടറിൽ എടുക്കാനായിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുൻപ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ വെബ്സൈറ്റിൻ്റെ പേരാണ് Pixabay. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് ഫോട്ടോസും വീഡിയോസും മ്യൂസിക്കും സൗണ്ട് എഫക്റ്റും ഒക്കെ എടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കുറേ സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണ്. ഇമേജസ് മാറ്റി വീഡിയോ ആക്കി കഴിഞ്ഞാൽ നേച്ചറിൻ്റെ തന്നെ വീഡിയോകളും കിട്ടുന്നതാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് അനുസരിച്ചിരിക്കും. ഇവിടെ നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇമേജസും വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ് വരുന്നത്. നമുക്കിവിടെ ഇമേജസ് മാറ്റി വീഡിയോ ആക്കി നോക്കാം. ഓക്കെ, നേച്ചറിൻ്റെ തന്നെ ഹൈ ക്വാളിറ്റി വീഡിയോസാണ് വരുന്നത്. ഇവിടെ 4K HD വീഡിയോകളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട്.